ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. അപ്പോൾ ഇത് രാവിലത്തെ പ്രിപ്പറേഷനാണ് നിങ്ങളീ കാണുന്നത്. ഒറോട്ടയ്ക്ക് മാവ് അരക്കുന്നതും അതേപോലെ പയറാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് കുക്കറിൽ. ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒറോട്ടയ്ക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരപ്പൊക്കെ അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കറി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഒറോട്ടി ചുട്ടെടുത്തു. ഒറോട്ടി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് കണ്ണൂരുള്ള ഒരു വിഭവമാണ് കേട്ടോ. ഒരു അപ്പമാണ്. നമുക്ക് പത്തിലൊക്കെ, കാസർഗോഡ് പത്തിലൊക്കെ ഉള്ള പോലെ അവർക്ക് മെയിനായിട്ട് ഒറോട്ടിയാണുള്ളത്. പിന്നെ ഒറോട്ടി മുഴുവനായിട്ട് ചുട്ടെടുത്തതിന് ശേഷം മക്കൾക്ക് തിന്നാൻ കൊടുത്തു. ഒറോട്ടിയും കൂടെ നമ്മുടെ വമ്പയർ ചാറാണ് ഉണ്ടായിരുന്നത്. പിന്നെ മിഷനിൽ തിരുമ്പാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തു. കയ്യിൽ തിരുമ്പാനുള്ളതൊക്കെ കുതിർത്ത് വെച്ചു. പിന്നെ നമ്മൾ ഇന്നലെ തിരുമ്പി വെച്ച ഡ്രസ്സൊക്കെ മടക്കി വെക്കലാണ്. മൊത്തത്തിലൊന്ന് മടക്കി വെച്ചിട്ട് അലമാരയിലൊക്കെ എല്ലാം റെഡിയാക്കി വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ സിറ്റ് ഔട്ട് പോയിട്ട് അടിച്ചു വാരി. ആദ്യം സിറ്റ് ഔട്ടാണ് അടിച്ചു വാരുക കേട്ടോ. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ കുതിർത്ത് വെച്ചത് വേഗം തിരുമ്പിയിടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടിച്ചു വാരുമ്പോൾ ഡ്രസ്സിലൊക്കെ ആവില്ല. അതിന് വേണ്ടിയിട്ട് ആദ്യം അവിടെ ഒന്ന് അടിച്ചു വാരിയതിന് ശേഷമാണ് ആറിയിടുക. പിന്നെ നമുക്കുള്ള ആകെ 3 ചെടിയാണുള്ളത്. 2 റോസാ ചെടിയും പിന്നെ ഒരു വൈറ്റ് റോസാപ്പൂവാണ് ഇത്. മറ്റേത് പീച്ച് കളറാണ്. പിന്നെ ഈ ഒരു സംഭവം ഇത് മണി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. ഇത് 2 ഉണ്ട്. ഒന്ന് ഇവിടെയും. ഇത് കുഞ്ഞു ചെടിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ സ്റ്റെപ്പിൻ്റെ അടുത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് പടർന്നിട്ടുണ്ട്. പിന്നെ 2ൻ്റെയും തലയിൽ എണ്ണയിട്ടിട്ട് നല്ലപോലെ മുടി വാരി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്കാണ്. അടുക്കളയൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ചോറ് വെച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന് ബാക്കി കുറച്ച് ചേമ്പ് ഇനിയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ആദ്യം വേവിച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെറുതായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. നല്ലൊരു ക്ഷീണവും തലകറക്കമൊക്കെ വന്നു. അപ്പോൾ ജസ്റ്റ് പോയിട്ടൊന്ന് BP ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ BPയും ഷുഗറൊക്കെ ലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ തിരക്ക് പിടിച്ചിട്ട് കുറച്ച് ചേമ്പ് എടുത്തിട്ട് അതിൽ നിന്ന് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്കേക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് ബാക്കിയുള്ള ചേമ്പും കൂടി മുറിച്ചെടുത്തിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചേമ്പ് കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചിരണ്ടിയെടുക്കുകയെന്ന് വെച്ചാൽ അത് കുറച്ച് കഷ്ടമുള്ള പണിയായതുകൊണ്ട് ആദ്യം ഞാൻ പുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് തൊലിയെടുത്തത്. പിന്നെ അതിങ്ങനെ കറിയിലിട്ടിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. ഉള്ളിയും തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ആദ്യം കുറച്ച് ചോറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് അധികം ചേർത്തിട്ട് ചെയ്തു. പിന്നെ ചെയ്യുമ്പോഴത്തേക്കും മുളക് കുറച്ചു. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ നല്ല രസം ഉണ്ടാവും. മുളക് കുറച്ചിട്ട് തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേമ്പിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് കടിക്ക് വേണ്ടിയിട്ട് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം അതൊന്ന് പൊരിച്ചെടുത്തു. പിന്നെ സവോള ഒരു 4 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല പോലെ വഴറ്റിയെടുത്തു. ആവശ്യത്തിന് ഉപ്പും പിന്നെ അതേപോലെ ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ വേറൊന്നും മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. ഇതേപോലെ സിമ്പിളായിട്ടുള്ള പൊടികൾ ചേർത്തിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുത്തു. നല്ല ഗോൾഡൻ കളറായിട്ടാണ് നമ്മുടെ മസാല ഉള്ളത്. പക്ഷേ ഫോണിൻ്റെ ക്യാമറയിൽ നോക്കുമ്പോൾ മാത്രം വേറെ ഏതോ കളറാണ്. സെയിം ഇതേ ചിക്കൻ്റെ കളർ തന്നെയാണ് മസാലയുള്ളത്. പക്ഷേ ഫോണിൽ കാണുമ്പോൾ മാത്രം നല്ല മാറ്റമുണ്ട്. പിന്നെ ഈ ചിക്കനൊക്കെ ചെറിയതായിട്ട് പീസ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ളത് മസാലയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് മാറ്റി. നാളെയും കൂടി സമൂസ ഉണ്ടാക്കാനുള്ള ചിക്കൻ ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പുറത്താണെങ്കിൽ സമൂസ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പാകത്തിന് തന്നെ നല്ല ക്ലൈമറ്റും റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇടിയുണ്ട്. അതേപോലെ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ സമൂസയൊക്കെ ഓരോന്നായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുത്തു. ഇപ്പോൾ ഇവിടെ ദീപാവലി ആയതുകൊണ്ട് തന്നെ മോൻക്ക് സ്കൂളില്ല. 3 ദിവസം ദീപാവലീൻ്റെ ലീവുണ്ട്. അതുകൊണ്ട് തന്നെ മോന് വീട്ടിലുള്ള സമയത്ത് സൺഡേ അതേപോലെ സ്കൂൾ വെക്കേഷൻ ടൈമിലൊക്കെ ഞാൻ ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കി കൊടുക്കും. അല്ലാത്ത ടൈമിൽ അങ്ങനെ അധികം കടിയൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. പിന്നെ ഷോപ്പിലേക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ തന്നെ ഞാൻ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. അവൻ തന്നെ ചായ ഉണ്ടാക്കി സമൂസ എടുത്തിട്ട് ഷോപ്പിലേക്ക് പോയി. പിന്നെ നമ്മുടെ സമൂസ ഷോപ്പിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇത്രയാണ് നമുക്ക് ബാക്കി വന്നത്. പിന്നെ ദീപാവലി ആയതുകൊണ്ട് തന്നെ പുറത്ത് നല്ല പുട്ടാസും ഒക്കെ ആയിട്ട് നല്ല ബഹളമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.